എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് NIOS +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ NIOS പുതിയ ബാച്ചിലേക്ക്, അതായത് 10ാം ക്ലാസ് ആയിക്കോട്ടെ, +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LBയിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള ട്യൂഷൻ ക്ലാസ്സുകളും LBയിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ആ സബ്ജക്റ്റുകളുടെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് LBയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. നോക്കിക്കേ, ഇതിപ്പോൾ നമ്മുടെ 2026 ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് നമുക്കറിയാം 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2:30-ക്കാണ്. അതിന് മുൻപ് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്തിച്ചേരണം. 2:15 തൊട്ടുള്ള ടൈം അല്ലേ, ഒരു 15 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് കൂൾ ഓഫ് ടൈമാണ് അല്ലേ. അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാംസൊക്കെ 1-2 സബ്ജക്റ്റുകളുടെയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. സെക്ഷൻ എയിലെ ആദ്യത്തെ MCQ ടൈപ്പ് ചോദ്യത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഐഡിയ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഈസ് റിലേറ്റഡ് ടു, അതായത് താഴെ തന്നിരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം അല്ലേ, സ്വാതന്ത്ര്യ, സമത്വ, സാഹോദര്യം. ഇത് ഈ ഒരു ആശയം താഴെ പറയുന്നതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? നമുക്കറിയാം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ആശയം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി അല്ലേ, ലിബറലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് ഐഡിയ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? പ്രധാനമായിട്ടും ലിബറൽ ജനാധിപത്യ മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കിട്ടി? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിട്ടുള്ള ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഇല്ലേ, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറൽ ജനാധിപത്യ മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ അവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഹൗ മെനി ഫ്രീഡംസ് ഹാവ് ബീൻ ഗ്യാരണ്ടീഡ് അണ്ടർ ദ റൈറ്റ് ടു ഫ്രീഡം അല്ലേ. റൈറ്റ് ടു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ കീഴിൽ എത്ര സ്വാതന്ത്ര്യങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റൈറ്റ് ടു ഫ്രീഡത്തിൻ്റെ കീഴിലാണ് എത്ര എണ്ണത്തിന് വരുന്നുണ്ട്? 6 ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം മൗലിക അവകാശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇവിടെ ചോദിച്ചിരിക്കുന്ന മൗലിക അവകാശത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ കീഴിൽ എത്ര സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അല്ലേ, ആർട്ടിക്കിൾ ഓർത്ത് വെച്ചോണം, ഇതൊക്കെ ആർട്ടിക്കിൾ 19 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പ്രകാരം നിലവിൽ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം ഏതാ വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇപ്പോൾ തന്നെ പഠിച്ചു പോകുക കേട്ടോ. ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം, അതിനകത്ത് ഏതാണ്? 6 എണ്ണമാണ്, 6 സ്വാതന്ത്ര്യങ്ങളാണ് ഇതിൽ ഉറപ്പ് നൽകുന്നത്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ആണ്. നോക്കിയേ, കംപ്ലീറ്റ് ദ ഗിവൻ സെൻറ്റൻസ് ടു മേക്ക് ഇറ്റ് കറക്റ്റ് for the economic and social principle of directive principles providing adequate means of livelihood for both. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലേ, അതായത് നിർദ്ദേശക തത്വങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ സാമ്പത്തിക സാമൂഹിക തത്വങ്ങൾക്കായിട്ടുള്ള ഈ നിർദ്ദേശക തത്വങ്ങൾ പ്രകാരം അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഡാഷിന് ഉപജീവനത്തിനുള്ള മതിയായ മാർഗങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. ഏതാണ്? മെൻ ആൻഡ് വിമൺ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഈ ഒരു ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39A പ്രകാരം അല്ലേ പൗരന്മാർക്ക്, അതായത് പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ ഉപജീവനത്തിനുള്ള മതിയായ മാർഗങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അതാണ് അവിടെ കറക്റ്റായിട്ട് ആൻസർ. അതുകൊണ്ട് മെൻ ആൻഡ് വിമൺ എന്നുള്ളതാണ് അവിടെ
കറക്റ്റായിട്ടുള്ള ഉത്തരം വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ്? സാമ്പത്തിക സാമൂഹിക തത്വങ്ങൾക്കായിട്ടുള്ള നിർദ്ദേശക തത്വങ്ങൾ പ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലേ ഉപജീവനത്തിനുള്ള മതിയായ മാർഗ്ഗങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നു എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ആർട്ടിക്കിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ആർട്ടിക്കിൾ 39A ആണ് കേട്ടോ, ഓർത്ത് വെച്ചോണേ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം 39A ഈ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിക്കേ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അമെൻഡ്മെൻറ്റ്സ് വാസ് മെയ്ഡ് ടു ഇൻക്ലൂഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അല്ലേ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകളൊക്കെ ഉൾപ്പെടുത്തുന്നതിനായിട്ട് താഴെ പറയുന്നതിൽ ഏത് ഭേദഗതിയാണ് വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. 42 ആണോ അതോ 44th അമെൻമെൻ്റ് ആണോ അല്ലെങ്കിൽ 86th അമെൻമെൻ്റ് ആണോ 73rd അമെൻമെൻ്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? നമുക്കറിയാം 42ാമത്തെ അല്ലെങ്കിൽ 42ാം ഭേദഗതിയാണ് ഉള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. അപ്പോൾ എന്താണ്? നമ്മുടെ 1976 42ാം ഭരണഘടന അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിലൂടെയാണ് ഭരണഘടനയുടെ ഭാഗം 4A ഈ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. അത്രയും കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഒന്നുകൂടെ ഓർത്ത് വെച്ച്, എന്താ പറഞ്ഞത്? വർഷം ഓർത്ത് വെക്കുക, 1976 അല്ലേ. 42ാം ഭരണഘടന ഇതിനെ ഭേദഗതി വരുത്തിയതിലൂടെയാണ് നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 4A ഏത് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഭരണഘടനയുടെ ഭാഗം ഏതാണ്? 4A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏത് അമെൻഡ്മെൻ്റ് ആണ്? 42 അല്ലേ. വർഷം ഏതാ? 1976. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ ബേസ് ചെയ്ത് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർഡ് ടു കണ്ടസ്റ്റ് ഫോർ ദ ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഡാഷ്? അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ പ്രായം അല്ലേ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രയാണ്? 35 വയസ്സാണ് അല്ലേ. ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ 35 വയസ്സാണ്. അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, മെമ്പേഴ്സ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹൗസസ് ആർ നോട്ട് ദ വോട്ടേഴ്സ് ഫോർ ഇലക്ടിങ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? അതായത് താഴെ നമുക്ക് കുറച്ച് സഭകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ ഏത് സഭയിലെ അംഗങ്ങളാണ് ഇന്ത്യ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ വോട്ടർമാരല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കണം കേട്ടോ. എന്താണത്? കണ്ടോ, മെമ്പേഴ്സ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹൗസസ് ആർ നോട്ട് ദ വോട്ടേഴ്സ് എന്ന് അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആൻസർ എഴുതാവുള്ളൂ കേട്ടോ. അപ്പോൾ ഏതാണ് അതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. വിധാൻ പരിഷത്താണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഇലക്ട്രൽ കോളേജ് അല്ലേ, ആ ഇലക്ട്രൽ കോളേജിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? രാജ്യസഭ വരുന്നുണ്ട്, ലോകസഭ വരുന്നുണ്ട്, അതുപോലെ തന്നെ വിധാൻ സഭ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് ഏതിൽ ഉൾപ്പെടുന്നത്? ഒരു ഇലക്ട്രൽ കോളേജിനകത്ത് ഉൾപ്പെടുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ താഴെ പറയുന്ന സഭകളിൽ വെച്ച് നോക്കുമ്പോൾ ഏത് അംഗങ്ങളാണ് ഇന്ത്യ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതിൽ വോട്ടർമാരല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലാത്തതെന്ന് പറയുമ്പോൾ വിധാൻ പരിഷത്ത് ാണ് അവിടെ വരുന്നത്. വിധാൻ പരിഷത്തിലെയാണ് അംഗങ്ങളാണ് വോട്ടർമാരല്ലാത്ത. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ബാക്കി 3 എന്താണ്? നമ്മുടെ ഇലക്ട്രൽ കോളേജിനകത്ത് വരുന്ന അംഗങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ചോദ്യം നോക്കിക്കേ, എ മാക്സിമം ഓഫ് ഹൗ മെനി കാൻഡിഡേറ്റ്സ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ആൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലേ. അതായത് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പരമാവധി എത്ര സ്ഥാനാർത്ഥികളാണ് നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുന്നത്? എന്താണ്? ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പരമാവധി മാക്സിമം നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ മാക്സിമം എത്ര നമ്പേഴ്സ് ഓഫ് കാൻഡിഡേറ്റ്സിനെയാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുക? എത്രയാണ്? 16 ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 16 സ്ഥാനാർത്ഥികളെ നമുക്കതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ബാലറ്റ് യൂണിറ്റിൽ പരമാവധി 16 സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? കൂടുതൽ ബാലറ്റ് യൂണിറ്റുകൾ നമുക്ക് ചേർക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 16 ആണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ശിവസേന എ റീജിയണൽ പാർട്ടി ബിലോങ്സ് ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്? അതായത് ശിവസേന എന്ന് പറയുന്ന ഈ ഒരു റീജിയണൽ പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രാദേശിക പാർട്ടി ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് എന്നുള്ളതാണ്
ചോദ്യം. താഴെ കുറേ സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ഏത് സംസ്ഥാനത്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് ശിവസേന എന്ന് പറയുന്ന റീജിയണൽ പാർട്ടി? ഏതാണ്? മഹാരാഷ്ട്രയാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു റീജിയണൽ പാർട്ടിയാണ് ശിവസേന എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് താഴെ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ റീജിയണലിസം? അതായത് ഈ റീജിയണലിസത്തിന് കാരണമാകാത്തത് താഴെ പറയുന്നതിൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, ഈസ് നോട്ട് എ റീസൺ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റീജിയണലിസത്തിന് കാരണമാകാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഗുഡ് ഗവർണൻസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റീജിയണലിസം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ പ്രാദേശികവാദം എന്ന് പറയുന്നതിന് ഭാഷ, സംസ്കാരം അല്ലേ, അല്ലെങ്കിൽ അസന്തുലിതമായിട്ടുള്ള അൺബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണമാകാറുണ്ട്. എന്നാൽ ഒരു നല്ല ഭരണം അല്ലെങ്കിൽ ഗുഡ് ഗവർണൻസ് എന്ന് പറയുന്നത് ഈ റീജിയണലിസത്തിന് കാരണമാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഓർത്തോണം, റീജിയണലിസം എന്ന് പറയുന്നതിന് കാരണമാകുന്ന എന്തെല്ലാമാണ്? ലാംഗ്വേജ്, കൾച്ചർ, അൺബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം റീജിയണലിസമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. എന്നാൽ ബന്ധപ്പെടാത്ത ഏതാണ്? ഗുഡ് ഗവർണൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ചോദ്യം നോക്കിക്കേ. ഫ്രം ദ ഫോളോയിങ് പ്രഷർ ഗ്രൂപ്പ്സ് വിച്ച് ഈസ് പ്രൊഫഷണൽ അല്ലേ. ഏതൊക്കെ ഓപ്ഷൻ തന്നിരിക്കുന്നത്? സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട്, രാമകൃഷ്ണ മിഷൻ ഉണ്ട്, FICCI ഉണ്ട്, പോലീസ് വെൽഫെയർ ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? താഴെ കുറച്ച് ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ പേര് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾ തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രഷർ ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? FICCI ആണ് അല്ലേ. അതായത് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. FICCIയുടെ ഫുൾ ഫോം എന്താണ്? ഏതാ ഫുൾ ഫോം വരുന്നത്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. സോ ഇതൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സംഘടനയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 11ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം? താഴെ തന്നിരിക്കുന്നത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് തന്നെ എഴുതാവുന്നതാണ് അല്ലേ. ഏതാണ്? ഇൻഡസ്ട്രിയലൈസേഷൻ തന്നിട്ടുണ്ട്, അർബനൈസേഷൻ തന്നിട്ടുണ്ട്, പ്രൈവറ്റൈസേഷൻ തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ ഗ്രോത്ത് തന്നിട്ടുണ്ട്. ഏതാണ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം അല്ലാത്തത്? ഓപ്ഷൻ സി ആണ് അല്ലേ. പ്രൈവറ്റൈസേഷൻ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഇപ്പം ഈ പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒരു സാമ്പത്തിക നയമാണ് അല്ലേ. അത് ഒരു എൻവയോൺമെൻറ്റൽ പ്രോബ്ലം അല്ല. അതുകൊണ്ടാണ് പ്രൈവറ്റൈസേഷൻ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഗുഡ് ഗവർണൻസ്. ഗുഡ് ഗവർണൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. സോ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പം ഈ ഗുഡ് ഗവർണൻസിൻ്റെ സവിശേഷത അല്ലാത്ത സംഭവം അല്ലെങ്കിൽ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതാ? പീപ്പിൾ ഫുള്ളി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഗവർണൻസ് എന്നുള്ളതാണോ? ലോ ആൻഡ് ഓർഡർ ഈസ് മെയിൻറ്റെയിൻ, പീപ്പിൾ ആർ ഇൽ ഇൻഫോം, ഹ്യൂമൻ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ്. ഏതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. അവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഗുഡ് ഗവർണൻസിൻ്റെ ഫീച്ചർ അല്ലാത്ത സവിശേഷതയിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. പീപ്പിൾ ആർ ഇൽ ഇൻഫോംഡ് എന്നുള്ളതാണ് ഗുഡ് ഗവർണൻസിൻ്റെ ഫീച്ചർ അല്ലാത്തത്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ആൻ ഓപ്ഷൻ വിച്ച് ഇസ് നോട്ട് ആൻ ഹിൻഡ്രൻസ് ടു ഗുഡ് ഗവർണൻസ്. അതായത് കുറച്ച് ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ഗുഡ് ഗവർണൻസിൻ്റെ തടസ്സമല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹിൻഡ്രൻസ് ടു ഗുഡ് ഗവർണൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈസ് നോട്ട് ആൻ എ ഹിൻഡ്രൻസ് ടു ഗുഡ് ഗവർണൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. തടസ്സമല്ലാതെ നിൽക്കുന്നത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് ഗുഡ് ഗവർണൻസിൻ്റെ തടസ്സമല്ലാതെ നിൽക്കുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. റൂൾ ഓഫ് ലോ അല്ലേ വരുന്നത് അല്ലേ. നിയമവാഴ്ച അല്ലേ. ഒരു നിയമവാഴ്ച എന്ന് പറയുന്നത് ഒരു ഗുഡ് ഗവർണൻസിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് അല്ലേ. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഹിൻഡ്രൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു തടസ്സമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അവിടെ റൂൾ ഓഫ് ലോ ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യന്, ചൂസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ചൂസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ എബൌട്ട് ദ ഹ്യൂമൻ റൈറ്റ്സ്. അതായത് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കിക്കേ, ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ. നമുക്കെല്ലാവരും നമ്മളെപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് സാർവത്രികമാണ് അല്ലേ. അതുപോലെ രണ്ടാമത്തെ, ഹ്യൂമൻ റൈറ്റ്സ് ബിലോങ്സ് ടു ഇൻഡിവിജ്വൽസ്. മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികൾക്കുള്ളതാണ് അല്ലേ. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ
ഡിഫറെൻറ്റ് കൺട്രീസ്, എല്ലാ രാജ്യങ്ങളിലും എങ്ങനെയായിരിക്കും ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതി, അതായത് വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും മനുഷ്യാവകാശങ്ങൾ നിൽക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റ് ഓൾ പീപ്പിൾ ആർ ഈക്വൽ, അല്ലേ, എല്ലാവരെയും തുല്യരായിട്ട് മനുഷ്യാവകാശം കാണുന്നു. സോ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. സി അല്ലേ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് എന്ന് പറയുന്നതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഇതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവന, കാരണം നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് മനുഷ്യാവകാശങ്ങളെന്ന് പറയുന്നത് സാർവത്രികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് കൺട്രീസിനെ ബേസ് ചെയ്തിട്ട് ഇതൊന്നും മാറുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് അവിടെ തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അവിടെ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് ട്രൂ. അതായത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കിയിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ത് ചെയ്യണം? നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി കോൾഡ് വാർ ഈസ് നോട്ട് ഓവർ, അല്ലേ, ഒന്നാമത്തെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബി ആയിട്ട് തന്നിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻ വർക്ക്സ് ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓപ്ഷൻ സി ആയിട്ട് തന്നിരിക്കുന്നത് പഞ്ചശീൽ എഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇനി അതുപോലെ തന്നെ ഡി ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇന്ത്യ ഹാസ് ടേക്കൺ പാർട്ട് ഇൻ മെനി പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതാ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് അവിടെ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ അവിടെ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് പല സമാധാന ദൗത്യങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ബാക്കിയുള്ള പ്രസ്താവനകളൊക്കെ തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരവേ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ പെർമനൻറ്റ് മെമ്പർ ഓഫ് ദ UN സെക്യൂരിറ്റി കൗൺസിൽ. UN സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനൻറ്റ് മെമ്പറായിട്ട് വരുന്നത് ആരാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ജപ്പാനാണോ, ഫ്രാൻസ് ആണോ, ഓസ്ട്രേലിയ ആണോ, ഇറ്റലി ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഫ്രാൻസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. UN സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനൻറ്റ് മെമ്പറായിട്ടുള്ള ആരാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 17ാമത്തെ ക്വസ്റ്റ്യന് ചൂസ് ദ കറക്റ്റ് ന്യൂ നെയിം ഓഫ് സിലോൺ. നിങ്ങൾക്കറിയാലോ സിലോണിൻ്റെ പുതിയ പേര് ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീലങ്ക. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് ഓപ്ഷൻ മൊഡ്യൂൾ 7Bയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ മൊഡ്യൂൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഏതാണോ പഠിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് 7A പഠിച്ചിട്ടുള്ളവർ 7Aയിലെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആൻസർ എഴുതി കൊടുക്കുക. 7B പഠിച്ചിട്ടുള്ളവർ ഓപ്ഷൻ മൊഡ്യൂൾ 7B ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. അത് ഓപ്ഷനിലാണ്, ഒന്നുകിൽ 7A അല്ലെങ്കിൽ 7B കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എവിടെയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഏതാണോ ഓപ്ഷൻ മൊഡ്യൂളായിട്ട് എടുത്തിരിക്കുന്നത് അതിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓപ്ഷൻ മൊഡ്യൂൾ 7B പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. ഇതാണ് സിവിൽ സർവൻസ് ആർ റിക്രൂട്ടഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ഏജൻസി നോൺ ആസ് ഡാഷ്. അതായത് സിവിൽ സർവീസുകാർ അല്ലെങ്കിൽ സിവിൽ ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസി ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാ ശരിയായിട്ടുള്ള ഉത്തരം? ആരാണ്? പബ്ലിക് സർവീസ് കമ്മീഷനാണ് അല്ലേ. സിവിൽ സർവൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന ആരാണ്? പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനാണ് സിവിൽ സർവൻസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ തന്നിട്ടുള്ളത് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ക്യാൻ ബി ഫോം ഓൺലി ഫോർ ഡാഷ്. ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ, ഇത് രൂപീകരിക്കുന്നത് ഡാഷിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതിന് വേണ്ടിയിട്ടാണ്? അവിടെ ഓപ്ഷൻ സി അല്ലേ, ഫോർ 2 or more സ്റ്റേറ്റ്സ് ആണ് വരുന്നത് അല്ലേ. 2 or അതിൽ കൂടുതൽ സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ടാണ് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരണം ആ സ്റ്റേറ്റ്മെൻറ്റ്? ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ക്യാൻ ബി ഫോംഡ് ഓൺലി ഫോർ 2 or more സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ തന്നിട്ടുള്ളത് കോൺസെപ്റ്റ് ഓഫ് ബ്യൂറോക്രസി വാസ് ഡെവലപ്ഡ് ബൈ ഡാഷ്. അതായത് ഈ ബ്യൂറോക്രസിയുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ്? മാക്സ് വെബർ ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓർത്ത് വയ്ക്കുക, കോൺസെപ്റ്റ് ഓഫ് ബ്യൂറോക്രസി വാസ് ഡെവലപ്ഡ് ബൈ മാക്സ് വെബർ കേട്ടോ. മാക്സ് വെബർ ആണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ്? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു മേക്ക് ദ സെൻറ്റൻസ് മീനിങ് ഫുൾ. അതായത് ഒരു അർത്ഥവത്തായിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് മാറ്റണം. വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചതിന് ശേഷം ഒരു അർത്ഥവത്തായിട്ടുള്ളൊരു സെൻറ്റൻസ് ആക്കി അത് മാറ്റി എഴുതണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ.
ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ ഡാഷ് മീൻസ് ദ റൂൾ ഓഫ് ദ ഡാഷ് ക്ലാസ് അല്ലേ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഡാഷിൻ്റെ ഏകാധിപത്യം എന്നാൽ ഡാഷ് വർഗത്തിൻ്റെ ഭരണമാണ് എന്നാണ് ആ ഒരു സെൻറ്റൻസ് വന്നിരിക്കുന്നത്. സോ അവിടെ എങ്ങനെ ഫില്ല് ചെയ്യണം? ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലറ്റേറിയറ്റ് മീൻസ് ദ റൂൾ ഓഫ് ദ വർക്കിംഗ് ക്ലാസ് അല്ലേ. അങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള സെൻറ്റൻസ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത അവിടെ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും എന്താണ്? ഇതേപോലെ തന്നെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. Habeas corpus is an order by the court to dash to present the person dash before it. അവിടെ എന്താ വരണ്ടേ? Habeas corpus is an order by the court to authority to present the person detained before it അല്ലേ. അതായത് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ തങ്ങളുടെ മുന്നിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കോടതി അതിൻ്റെ അതോറിറ്റിയോട് നൽകുന്ന ആ ഒരു ഉത്തരവിനെയാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് അവിടെ വരേണ്ടത്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ തന്നിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ആർ ഇൻ ദ ഫോം ഓഫ് ഡാഷ് ടു ദ ഡാഷ് അറ്റ് ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. അവിടെ എന്താ ആൻസർ ആയിട്ട് വരേണ്ടത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ആർ ഇൻ ദ ഫോം ഓഫ് ഏത് ഫോമിലാണ്? ഇൻസ്ട്രക്ഷൻസ് അല്ലേ. ഇൻസ്ട്രക്ഷൻസിൻ്റെ ഫോമിലാണല്ലോ. അപ്പോൾ അവിടെ ഇൻസ്ട്രക്ഷൻസ് എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ്. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ടു ദ എവിടെയാണ്? ഗവൺമെൻറ്. ഓക്കെ, ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ് അങ്ങനെ വരുന്നത് കേട്ടോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ആർ ഇൻ ദ ഫോം ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. The procedure of dash the constitution in a federal system is normally dash. എന്താണ്? അതായത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടന ഡാഷ് ചെയ്യുന്ന നടപടിക്രമങ്ങളൊക്കെ സാധാരണയായിട്ട് ഡാഷ് ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്? ദ പ്രൊസീജിയർ ഓഫ് അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെ, ദ പ്രൊസീജിയർ ഓഫ് അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ എ ഫെഡറൽ സിസ്റ്റം ഈസ് നോർമലി റിജിഡ് എന്നുള്ളതാണ് വരുന്നത് ആൻസറായിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് എന്താണ്? അത് കുറച്ച് അതിൻ്റെ ആ ഒരു നടപടിക്രമങ്ങളൊക്കെ സാധാരണയായിട്ടുള്ള രീതിയിൽ കുറച്ച് കടുപ്പകരമായിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് പ്രയാസകരമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഒരു സെൻറ്റൻസ് വരേണ്ടത് കേട്ടോ. സോ ദ പ്രൊസീജിയർ ഓഫ് അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ എ ഫെഡറൽ സിസ്റ്റം ഇസ് നോർമലി റിജിഡ്. അങ്ങനെയാണ് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഇനി അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടല്ലോ, ഈ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെയൊക്കെ എങ്ങനെയെന്നറിയോ? 2 ഡാഷ് വീതമല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ മാർക്കും കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരെണ്ണം എഴുതി ശരിയായി രണ്ടാമത്തെ എഴുതി പോയി കഴിഞ്ഞാൽ അവിടെ 1 മാർക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ 1+1 = 2 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? 2 മാർക്ക് വീതമാണ് കിട്ടുന്നത്. അതായത് ഓരോ വിട്ടുപോയ ഭാഗത്തിനും ഓരോ മാർക്ക് വീതമാണ് അവിടെ ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. അങ്ങനെ ഇപ്പം ഒരു 8 മാർക്ക് 10 മാർക്കിനോളം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതിനെല്ലാം ഓരോ മാർക്കും ഉള്ളൂ കേട്ടോ. ഒരൊറ്റ വാക്കിൽ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുള്ളത്. നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദി പ്രോസസ് ത്രൂ വിച്ച് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓർ ഹെയർ ഓഫീസ്. നമുക്കറിയാം, അതായത് പ്രസിഡന്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേര് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ്? ഇംപീച്ച്മെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ അല്ലെങ്കിൽ അവരുടെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു നടപടിക്രമത്തിൻ്റെ പേരാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അതിൻ്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടെനർ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റിൻ്റെ ആ ഒരു കാലാവധി എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 years ആണ് അല്ലേ. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർഡ് ടു ബി എ മെമ്പർ ഓഫ് ദ രാജ്യസഭ. അതായത് രാജ്യസഭയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 30 ആണ് അല്ലേ. 30 വയസ്സാണ് ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത്. എ മാക്സിമം ഹൗ മെനി മെമ്പേഴ്സ് ക്യാൻ ബി നോമിനേറ്റഡ് ടു ദ രാജ്യസഭ ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലേ. ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര, അതായത് പരമാവധി എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. എത്ര പേരെയാ? 12 പേരെയാണ് കേട്ടോ. 12 പേര്. ഇനി അടുത്തത് 27ൻ്റെ നോക്കിക്കേ. വിച്ച് ഹൗസ് ഓഫ് പാർലമെൻറ്റ് ഈസ് നോൺ ആസ് ലോവർ ഹൗസ്. പാർലമെൻറ്റിൻ്റെ ഏത് ഹൗസാണ് ലോവർ ഹൗസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതെന്ന്? ഏതാണ്? ലോക്സഭയാണ് അല്ലേ. ലോക്സഭയാണ് ലോവർ ഹൗസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഹൂ ഈസ് ദ
എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ? നമ്മുടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് അല്ലേ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഹയസ്റ്റ് സിവിൽ കോർട്ട് ഇൻ എ ഡിസ്ട്രിക്റ്റ്. അതായത് ഒരു ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിൽ കോർട്ട് ഏതാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന സിവിൽ കോടതിയുടെ പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഡിസ്ട്രിക്ട് കോർട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ സീറ്റ്സ് ആൻഡ് പോസ്റ്റ് ആർ റിസർവ്ഡ് ഫോർ വിമൺ ഇൻ ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ബൈ ദ 73rd അമെൻഡ്മെൻറ്റ്. അതായത് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ പഞ്ചായത്ത് രാജ് സംവിധാനമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് സ്ത്രീകൾക്ക് എത്ര ശതമാനമാണ് സീറ്റുകൾ സ്ഥാനങ്ങളൊക്കെ സംവരണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, 1/3 ആണല്ലേ, അല്ലെങ്കിൽ നോട്ട് ലെസ് ദാൻ 33% എന്ന് കൊടുത്താലും അവിടെ ശരിയാണേ. അത് ഓർത്ത് വെച്ചോണം, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നോക്കിക്കേ, അതെന്താ പറഞ്ഞിരിക്കുന്നത്? വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചിട്ട് സെൻറ്റൻസ് മീനിങ് ആയിട്ടുള്ള രീതിയിലാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. A political party is an dash body of people who share certain dash and goals. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള ഡാഷും അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുമുള്ള ആളുകളുടെ ഒരു ഡാഷാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സമാനമായിട്ടുള്ള ആശയങ്ങളും അല്ലേ, അതുപോലെ തന്നെ ആളുകളുടെ ഒരു ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ അതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരേണ്ടത്. പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ആൻ ഐഡിയോളജീസ് ബോഡി ഓഫ് പീപ്പിൾ ഹു ഷെയർ സർട്ടീൻ ഗ്രൂപ്പ് ആൻഡ് ഗോൾസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ഇനി അപ്പോൾ ഐഡിയോളജീസും ഗ്രൂപ്പും ആണ് അവിടെ വരേണ്ടത്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ തന്നിരിക്കുന്നത് പബ്ലിക് ഒപ്പീനിയൻ ഈസ് നോട്ട് ഡാഷ് ഒപ്പീനിയൻ ബട്ട് ദർ ഈസ് എ ജനറൽ ഡാഷ് ഓൺ ദ ഇഷ്യൂ. അതായത് ഒരു പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് ഡാഷ് അഭിപ്രായമല്ല, മറിച്ച് ഒരു വിഷയത്തിൽ പൊതുവായ ഡാഷ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ ആൻസർ വരേണ്ടത്? പബ്ലിക് ഒപ്പീനിയൻ ഈസ് നോട്ട് യുനാനിമസ് ഒപ്പീനിയൻ ബട്ട് ദർ ഈസ് എ ജനറൽ കൺസെൻസ് ഓൺ ദ ഇഷ്യൂ എന്നാണ് വരുന്നത് അല്ലേ. അതായത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായമല്ല, മറിച്ച് എന്താണ്? ഒരു വിഷയത്തിൻ്റെ പൊതുവായിട്ടുള്ള കൺസെൻസസ് ആണല്ലേ. അപ്പോൾ അതാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, മാർക്ക് ദ സെൻറ്റൻസ് ആസ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് എഴുതാനുള്ളതാണ്. കോൾ ഈസ് എ റിന്യൂവബിൾ റിസോഴ്സ്. കോൾ എന്ന് പറയുന്ന ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആണോ? അല്ല അല്ലേ, അതെന്താണ്? ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി അടുത്തത്, ദ റിയോ കോൺഫറൻസ് ലേറ്റർ വാസ് കോൾഡ് UN കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് റിയോ സമ്മേളനത്തെ പിന്നീട് നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനം എന്നാണ് വിളിച്ചിരുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ്. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ് കേട്ടോ. ദ റിയോ കോൺഫറൻസ് ലേറ്റർ വാസ് കോൾഡ് UN കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും ഇതേപോലെ ട്രൂ ഓർ ഫോൾസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റൈറ്റ്സ് ആർ ഇൻഹെറിൻ്റ് ഇൻ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതായത് മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അസ്തിത്വത്തിൽ അന്തർലീനമായിട്ടുള്ള ഒന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ബി നോക്കിക്കേ, ദ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈസ് ലിമിറ്റഡ് ടു നാഷണൽ ബൗണ്ടറീസ്. അതായത് മനുഷ്യാവകാശങ്ങളുടെ ഈ ഒരു പ്രൊമോഷനും പ്രൊട്ടക്ഷനും ഒക്കെ അല്ലെങ്കിൽ പ്രോത്സാഹനവും സംരക്ഷണവും ഒക്കെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഈസ് ലിമിറ്റഡ് ടു നാഷണൽ ബൗണ്ടറീസ് എന്ന് വെച്ചാൽ ദേശീയ അതിർത്തിക്കുള്ളിൽ മാത്രം അത് ലിമിറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നാണ്. അതെന്താണ്? ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ മൊഡ്യൂൾ 7A നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കുക, അതും എന്താണ്? വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചതിന് ശേഷം അർത്ഥവത്തായിട്ടുള്ള സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതാനാണ് കേട്ടോ. ഓൾ മെമ്പേഴ്സ് ഓഫ് ദ നേഷൻസ് ഡാഷ് നേഷൻസ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഡാഷ്. അതായത് ഡാഷ് രാജ്യങ്ങളിലെ എല്ലാ അംഗങ്ങളും തന്നെ ഡാഷിലെ അംഗങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ ആൻസർ വരണ്ടേ? ഓൾ മെമ്പേഴ്സ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ ജനറൽ അസംബ്ലി അല്ലേ. ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ അംഗങ്ങളും ജനറൽ അസംബ്ലിയിലെ അംഗങ്ങളാണ് എന്നാണ് ആൻസർ വരേണ്ടത്. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ദ UN ഡാഷ് ഹാസ് ഡാഷ് നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ്. അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഡാഷിൽ എന്തുണ്ട്? ഡാഷ് താൽക്കാലിക അംഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്? ദ UN സെക്യൂരിറ്റി കൗൺസിൽ ഹാസ് എന്ത് വരണം? 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് അല്ലേ. അതായത് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഈ ഒരു സെക്യൂരിറ്റി കൗൺസിൽ 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു സെൻറ്റൻസ് വരുന്നത് കേട്ടോ.
അപ്പോൾ അത്തരം നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ സെക്ഷൻ ബിയിലേക്ക് പോവുകയാണ്. സെക്ഷൻ ബി നമുക്ക് അറിയാലോ, ഷോർട്ട്, വെരി ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്.